കടം വാങ്ങാൻ കഴിയുന്നതിന്റെ കൂടുതൽ തുകയും പണം കടമെടുത്ത് ഓണം ആഘോഷിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷം. ട്രഷറിയിൽ പണമില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഇതോടെ പ്രതിസന്ധി മറികടക്കാൻ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് സർക്കാർ. 5 ലക്ഷം രൂപയിൽ അധികമുള്ള ബില്ലുകൾ മാറി നൽകില്ല. നേരത്തെ ഇത് 25 ലക്ഷം എന്നായിരുന്നു പരിധി. തദ്ദേശ സ്ഥാപനങ്ങളെയും കരാറുകാരെയും നിയന്ത്രണം ബാധിക്കും. വിവിധ വകുപ്പുകളിലെ ആനുകൂല്യങ്ങളുടെ വിതരണത്തിലും കാലതാമസം ഉണ്ടാവും. ബില്ലുകൾ മാറുന്നതിന് 5 ലക്ഷം എന്ന പരിധി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബാധകമാണെന്ന് പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക വർഷത്തിന്റെ 2ാം പകുതിയിലാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങാനാവുന്നത്. ഈ ഘട്ടത്തിൽ നിയന്ത്രണം വന്നാൽ പദ്ധതികൾ പലതും ഒഴിവാക്കേണ്ടി വരും. സർക്കാരിന് പണം നൽകാനാവാത്ത സാഹചര്യത്തിൽ കരാറുകളുടെ ബില്ലുകൾ ബാങ്കു വഴി മാറാവുന്ന ബിൽ ഡിസ്കൗണ്ടിംഗ് സംവിധാനത്തിലും ആദ്യമായി നിയന്ത്രണം ഏർപ്പെടുത്തി. ബാങ്കിൽ നിന്ന് 90% തുക വരെയാണ് കിട്ടിയിരുന്നത്. ഇനി 5 ലക്ഷം രൂപ വരെയേ കിട്ടൂ. തദ്ദേശ സ്ഥാപനങ്ങളിലെ കരാറുകാർക്കും ഇത് ബാധകമാണ്. പണം പിന്നീട് സർക്കാർ ബാങ്കുകൾക്ക് നൽകണം. ഇതിന് പലിശ കരാർക്കാർ തന്നെ നൽകണം. ബില്ലുകൾ മാറുന്നതിന് നേരത്തെ 5 ലക്ഷമായിരുന്നു പരിധി. ഈ വർഷം ജൂണിലാണ് അത് 25 ലക്ഷമാക്കി ഉയർത്തിയത്. സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ട്രഷറി. ഡിസംബർ വരെ ഇനി കടമെടുക്കാൻ ശേഷിക്കുന്നത് 1200 കോടി രൂപയാണ്. ഈ സാഹചര്യത്തിലാണ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഈ സാമ്പത്തിക വർഷം 37,512 കോടി രൂപ കടമെടുക്കാനാണ് സംസ്ഥാനത്തിന് അനുമതിയുള്ളത്. ഇതിൽ ഡിസംബർ വരെയുള്ള 21,253 കോടി രൂപ സെപ്റ്റംബർ ആദ്യം തന്നെ സർക്കാർ എടുത്തു. ബാക്കി തുക അടുത്ത വർഷം ജനുവരിയിലാണ് എടുക്കാനാവുക. എന്നാൽ ഓണച്ചെലവുകൾക്കായി 5,000 കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാനം അനുമതി തേടി. ഇതിൽ 4,200 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചു. ഓണം കഴിഞ്ഞതോടെ വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ട്രഷറി നിയന്ത്രണം കടുപ്പിക്കാൻ തീരുമാനം എടുക്കുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി കനത്തതോടെ ഇതിനോടകം തന്നെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനവും അവതാളത്തിൽ ആയിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളെ അടക്കം നേരിട്ട് ബാധിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. വയനാട് പുനരധിവാസ പ്രവർത്തനം അടക്കം നടക്കേണ്ടതുണ്ട്. ഇതിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും വിഹിതം എത്തിയില്ലെങ്കിൽ സർക്കാർ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് എത്തുക. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.